ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. സാരി സാർ ആണ്. വെൽക്കം ടു ഫൈക്ക ഫാമിലി. മക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം കെമിസ്ട്രിയുടെ ഒരു ബേസിക് ക്ലാസ് ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ബേസിക് ക്ലാസ് എന്ത് ചെയ്യണം? കണ്ടില്ലെങ്കിൽ എല്ലാവരും ഫസ്റ്റ് കാണണം. അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പറയാനുള്ളത്, ഈ ബേസിക് ക്ലാസ് കാണാതെ ഈ ക്ലാസ് ഒരിക്കലും നിങ്ങൾ കാണരുത്. കാരണം ഓർഗാനിക് കെമിസ്ട്രി എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ചാപ്റ്റർ ഏതാണ്? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ കെമിസ്ട്രിയിലെ. അപ്പൊ ഈ ചാപ്റ്റർ മനസ്സിലാവാൻ വേണ്ടി ബേസിക് ക്ലാസ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അത് എന്ത് ചെയ്യണം? എല്ലാവരും എന്ത് ചെയ്യണം? ആ ക്ലാസ് കേൾക്കണം. അത് കേട്ടിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാൻ. അപ്പോ ഞാൻ ചോദിക്കാം, സർ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 ആണോ ഒന്ന് എടുക്കുന്നത്? ആണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് നിൽക്കുന്ന ഭാഗം പറയുന്നില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങൾ പഠിച്ചു തന്നെയാണ്. അപ്പൊ സർ ബേസിക്കലി ഉൾപ്പെടുത്തിക്കൂടെ? ഉൾപ്പെടുത്തൊക്കെ ചെയ്യാം. പക്ഷെ ഇത് നന്നായിട്ട് അറിയണം. എന്നാൽ എന്ത് ചെയ്യുള്ളൂ, ഈ ചാപ്റ്ററിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഈ ചാപ്റ്റർ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കഴിഞ്ഞ വർഷം പഠിച്ചതാണെങ്കിലും ഇന്ന് എടുക്കാൻ പോകുന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തിയതാണ് ഞാൻ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കണം. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താ ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്ററിന്റെ പേരെന്താ? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. കഴിഞ്ഞ ബേസിക് ക്ലാസ്സിൽ എന്താ പഠിച്ചു? ഓർഗാനിക് കെമിസ്ട്രി എന്താ പഠിച്ചു അല്ലെ? ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. ഈ ഐസോമറിസം അവിടെ നിൽക്കട്ടെ. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ? CH3 CH2 കാരണം പഠിച്ചില്ലേ? പഠിച്ചു സർ. ഹൈഡ്രോ കാർബൺ ഒക്കെ പഠിച്ചു. അതിനെന്ത് നമ്മള് നോമൻക്ലേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നാമകരണം, പേരിടാൻ പഠിക്കുകയാണ്. സർ എന്തിനു പേരിടുന്നത്? കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതായത് നമ്മള് ഹൈഡ്രോ കാർബൺസ് ആയ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബണുകൾക്ക് പേരിടാൻ വേണ്ടി പോവാണ്. മനസ്സിലാവുണ്ടല്ലോ? സെറ്റ്. സർ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു എന്താണ്? ഹൈഡ്രജനും കാർബണും കൂടിയ ആളുകളെ നമ്മൾ എന്ത് പറയും? ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയും. ആ സർ മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈഡ്രോ കാർബൺ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെ? ഒരു കാർബൺ 4 ഭാഗത്തും ഹൈഡ്രജൻ വരുന്നൊക്കെ പറഞ്ഞു. ഇത് ഹൈഡ്രജനും കാർബണും ആയി. എന്താ ഇത്? ഹൈഡ്രോ കാർബൺ ആയി. ആ സർ ഇതിനെ കണ്ടൻസർ ഫോർമുല പഠിച്ചത് എന്താണ്? ഒരു C, പിന്നെന്താണ് 3H, CH3, CH4, 4H അല്ലേ? അതേപോലെ പഠിച്ചു എന്താണ്? ശ്രദ്ധിക്കട്ടോ. അതുപോലെ നമ്മൾ പഠിച്ചു CH3, CH2 എന്നൊക്കെ പഠിച്ചു. CH3 ഇങ്ങനെ പഠിച്ചിരുന്നു. ഇങ്ങനെ ഒരു ചെയിൻ ഇങ്ങനെ പഠിച്ചില്ലേ? ഇങ്ങനത്തെ ആളുകൾക്ക് പേരിടാൻ വേണ്ടി പോവാണെന്ന്. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കൾ? സെറ്റ് ആണോ? ഓക്കെ സർ, ഞങ്ങൾ റെഡിയാണ്. സർ വേറൊരു എക്സാമ്പിൾ കൂടി ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു തരുമോ? ഇതന്നെ നമ്മൾ ഇങ്ങനത്തെ ആളുകൾക്കാണ് പറയുന്നത്. എന്താണ്? CH3 CH2 ഡബിൾ ബോണ്ട് CH3. സർ ഇത് മാറ്റണ്ടല്ലോ, ഇത് ചെറിയ മാറ്റം ഉണ്ടല്ലോ. അതായത് 2 ബോണ്ട് വരുന്നുണ്ട്, ഇവിടെ 1 ബോണ്ടാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തോ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്താ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് 2 3 ബോണ്ട് വരെ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. CH3 CH ട്രിപ്പിൾ ബോണ്ട് CH പഠിച്ചു. ഓർമ്മണ്ടോ? ഈ കാർബണിന് ഇവിടുത്തെ കാർബണിന് ഒരു H കിട്ടും. 1 2 3 4. ഇവിടുത്തെ കാർബണിന് ഒരു H, 2 3 4. ഇങ്ങനെ പഠിച്ചില്ലായിരുന്നോ? 3 ബോണ്ട് വരുന്നതും 2 ബോണ്ട് വരുന്നതും 1 ബോണ്ട് വരുന്നൊക്കെ പഠിച്ചില്ലേ? ആ സതിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു. എടാ എന്തായിരുന്നു അതിന്റെ പേരെന്തായിരുന്നു? സർ പേര് ഇങ്ങനെ ആയിരുന്നു. കാർബണും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഒരു പേര് വിളിച്ചിരുന്നു. എന്താണ്? ആൽക്കെയിൻ. എന്താണ്? ആൽക്കെയിൻ. മലയാളത്തിൽ എങ്ങനെ പറഞ്ഞത്? സർ മലയാളത്തിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നത് ആൽക്കെയിൻ അല്ലേ? ആണ് സർ. അങ്ങനെയാണെങ്കിൽ കാർബണും ഡബിൾ ബോണ്ട് ആണെങ്കിലോ? കാർബണും ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ്? ആൽക്കീൻ. സർ മലയാളത്തിൽ എങ്ങനെ എഴുതാ? മലയാളത്തിൽ ഇങ്ങനെ എഴുതും, ആൽക്കീൻ അല്ലേ? ആണ് സർ. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ സർ കാർബണും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ? കാർബണും ട്രിപ്പിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ്? ആൽക്കൈൻ. YNE. എങ്ങനെ മലയാളത്തിൽ എഴുതാ? മലയാളത്തിൽ ഇങ്ങനെ എഴുതാ, ആൽക്കൈൻ. എന്താണ്? ആൽക്കൈൻ. ഇത് കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. ഇത് സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? അപ്പൊ ഫസ്റ്റ് ക്ലാസ് ബേസിക് ക്ലാസ്സുകൾ എന്തായാലും എന്ത് ചെയ്യണം? കേൾക്കണം. അത് കേട്ടിട്ട് ശേഷം മാത്രമാണ് ഇങ്ങോട്ട് വരാൻ. ജസ്റ്റ് എന്താ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു, അതേ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ആൽക്കൈനും ആൽക്കൈനും ഉണ്ടെന്ന് പറഞ്ഞു. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ്? ആൽക്കൈൻ എന്നാണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഈ ഇത്തരം ആളുകൾക്ക് നമ്മൾ എന്തിനാണ് പേരിടാണ്. അത് നോമൻക്ലേച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ നാമകരണം എന്ന് പറയാം. പേരിടാൻ വേണ്ടി പാടും. നമ്മൾ കുട്ടികളെ കണ്ടെങ്കിൽ കുട്ടികൾക്ക് പേരിടും.
അതേപോലെ നമ്മുടെ കുട്ടികളാണെന്ത് ഓർഗാനിക് കെമിസ്ട്രിയുടെ കുട്ടികളാണെന്ത് ഈ CH2 CH3 CH3 എന്ന് പറഞ്ഞ സാധനം അവർക്ക് നമ്മൾ എന്തിനാണ് പേരിടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക, പേരിടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാലേ നോക്കിക്കോളൂ, നമ്മള് കാർബൺ ഇവിടെ പറയുന്നത് നോമൻക്ലേച്ചർ നാമകരണത്തിൽ പറയുന്നുണ്ട് നമ്പർ ഓഫ് കാർബൺ ഒരു കാർബൺ ആണെങ്കിൽ അതിനെന്താ പേര് അത് പഠിക്കാൻ വേണ്ടി. ഒരു കാർബൺ എന്താ പേര്, വേർഡ് റൂട്ട് എന്ന പേര്, കാർബണിന്റെ പേര്. നമ്പർ ഓഫ് കാർബൺ വേർഡ് റൂട്ട്. ഒരു കാർബൺ ആണെങ്കിൽ 2 കാർബൺ ആണെങ്കിൽ 3 കാർബൺ ആണെങ്കിൽ 4 എന്ത് പറയാം. അതായത് സർ ഒരു കാർബൺ 2 കാർബൺ 3 നമുക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, CH3 CH2 CH3 ഇവിടെ എത്ര കാർബൺ ഉണ്ട്? സോറി ഇവിടെ 1 2 3. അപ്പൊ ഇതിനെ പേരിടുക 3 കാർബൺ ഉണ്ട്. 3 കാർബണിന്റെ പേര് ഫസ്റ്റ് പറയണം. അതാണ് പറയാൻ വേണ്ടി പോണത്. നോക്കിക്കോളൂ, അപ്പൊ ഇവിടെ ഒരു കാർബൺ ആണെങ്കിൽ എന്താ പേരും അറിയോ? ഒരു കാർബൺ ആണെങ്കിൽ പേര് നമ്മൾ വിളിക്കും മെത്ത്. എന്ത് വിളിക്കും? മെത്ത്. പുതിയ പേര് പഠിക്കാണ്ട് നമ്മള് മെത്ത്. 2 കാർബൺ ആണെങ്കിൽ ശ്രദ്ധിക്കട്ടോ, 2 കാർബൺ ആണെങ്കിൽ നമ്മൾ പേര് വിളിക്കും എത്ത്. എന്ത്? എത്ത്. 3 നമ്മൾ വിളിക്കും പ്രൊപ്പ്. 4 ആണെങ്കിൽ നമ്മൾ പറയും ബ്യൂട്ട്. 5 ആണെങ്കിൽ പറയും പെന്റ്. സർ മനസ്സിലായി. 6 ആണെങ്കിൽ ഹെക്സ്. 7 ആണെങ്കിൽ ഹെപ്റ്റ്. 8 ആണെങ്കിൽ ഒക്ട്. 10 ആണെങ്കിലോ നൺ. സോറി 9 ആണെങ്കിൽ നൺ. 10 ആണെങ്കിൽ ഡെക്ക്. ക്ലിയർ ആണോ സർ? മലയാളത്തിൽ പറഞ്ഞിരുത്. മലയാളത്തിൽ ഇത് അവിടെ ഉണ്ട്. മീത്ത്, ഈത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൺ, ഡെക്ക്. സർ മനസ്സിലായി. ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ ഒരു കാർബൺ ആണെങ്കിൽ മീത്ത് അല്ലെങ്കിൽ മെത്ത് പറയും. ഇംഗ്ലീഷിലാണ് കറക്റ്റ് പറയാം നമ്മളത്. മെത്ത്. 2 കാർബൺ ആണെങ്കിൽ എത്ത് ഈത്ത് എന്ന് പറയും. 3 ആണെങ്കിൽ പ്രൊപ്പ്. 4 ആണെങ്കിൽ ബ്യൂട്ട്. ഇത് മനസ്സിലായോ? ഇത് പഠിക്കാൻ സുഖം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഫസ്റ്റ് മെത്താണ് എത്താൻ ഡൗട്ട് വരും. ഫസ്റ്റ് ഞാനാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എം ആണ് ഫസ്റ്റ് വരിക മെത്ത്. പിന്നെയാണ് എത്ത് വരുള്ളൂ. അപ്പൊ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ്. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ്. ഹെക്സ് ഹെപ്റ്റ് ഹൊക്ട് നൺ ഡെക്ക്. ഇവിടെ ഉണ്ടല്ലോ ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് വിളിച്ചാൽ ലാസ്റ്റ്ക്ക് ഒക്ട് നൺ ഡെക്ക്. നിങ്ങൾ പാടി പഠിക്കാം. കോഡ് വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ കോഡ് പഠിച്ചാൽ ഇതിന് കുറെ നേരം വേണ്ടി. ഇതിന് കോഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഷോർട്ടാണ്. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് ഹെക്സ് ഹെപ്റ്റ് ഒക്ട് നൺ ഡെക്ക്. ഇത് ക്ലിയർ ആണോ? ഇത് നന്നായിട്ട് പഠിക്കണം. ഇത് പഠിച്ചാലാണ് ഈ ചാപ്റ്റർ 1ാമത്തെ ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്ററും എന്ത് ചെയ്യുള്ളൂ മനസ്സിലാവുള്ളൂ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? എന്റെ മക്കൾ ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ പേരിടാൻ വേണ്ടി പോവാണ്. ഇവിടെ പറയുന്നത് നെയിമിംഗ് ഓഫ് അൺബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺസ്. മനസ്സിലായില്ല? ശാഖകളില്ലാത്ത ഹൈഡ്രോ കാർബൺ നാമകരണം. ശാഖ എല്ലാം പറഞ്ഞത്രേ ഉള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ CH3 CH2 CH3 ഇതിന് ശാഖയൊന്നുമില്ല. അങ്ങോട്ടോട്ട് കൊമ്പ് ചുള്ളിയും പോകുന്നുണ്ടോ? ഇല്ല. സർ കൊമ്പ് ചുള്ളി പോകണം എങ്ങനെയാണ്? നോക്കിക്കോളൂ. CH3 എന്നിട്ട് CH2 എന്നിട്ട് CH2 എന്നിട്ട് CH3 എടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഒരു കൊമ്പും ചുള്ളിയും പോയി. ഒരു ശാഖ വന്നു. ഇങ്ങനെ ശാഖ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടോ, ഇങ്ങനെ ശാഖ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിന് ശാഖ വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ഇതാണ് മെയിൻ ചെയിൻ. ഒറ്റ ചെയിനുള്ളൂ. ഇങ്ങനെ നേരെ പോലെയാണ് ചെയിൻ എന്ന് പറയാം. പിന്നെ തെറിച്ചിട്ടാണ് ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് ഇല്ല കുറച്ച് ഞാൻ പഠിക്കും. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ ബ്രാഞ്ച് ഇല്ലാത്ത നെയിമിംഗ് ഓഫ് അൺബ്രാഞ്ചഡ് ശാഖകളില്ലാത്ത ഹൈഡ്രോ കാർബൺ ആണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഓക്കെ സർ മനസ്സിലായി. ക്ലിയർ ആയി. അങ്ങനെ പഠിക്കാൻ പോവല്ലേ? എങ്ങനെ സർ പേരിടാം? സർ ഫസ്റ്റ് ശാഖയുടെ ഹൈഡ്രോ കാർബണിന്റെ പേര് പറഞ്ഞേരി. അതിലിവിടെ ആരുടെ ഫസ്റ്റ് പഠിക്കണമെങ്കിൽ അറിയോ? ആൽക്കൈൻ. ആരുടെ ഫസ്റ്റ് പഠിക്കണത്? ആൽക്കൈൻ്റെ പഠിക്കുന്നത്. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണും സിംഗിൾ ബോണ്ട് ഇല്ലാണ്. ഓയിലാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഇപ്പൊ നോക്കിക്കോളൂ, ഒരു എക്സാമ്പിൾ എഴുതി തരാം. ഇതാ ഒരു കാർബൺ ഇല്ലാടാ. അപ്പൊ എന്ത് ചെയ്യും? 4 ഭാഗത്തും എന്ത് വരടാ? ഹൈഡ്രജൻ വരൂലേ? ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെയും ഒരു ഹൈഡ്രജൻ വരുമല്ലോ. ഓക്കെ സർ ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ഇതിന്റെ കണ്ടൻസർ ഫോർമുല ചെറുതാക്കുക. സർ ഇതിന് ചെറുതാക്കുക. ഒരു C ആണ് 4H ആണ്. CH4. ഇതിന് പേരിടുക. സർ ഇതിന് പേരിടുക. ഇതിന് പേരിടാൻ വളരെ സിമ്പിൾ അല്ലടാ. എത്ര കാർബൺ ഉണ്ട് ഇവിടെ? ഒരു കാർബണേ ഉള്ളൂ. ഒറ്റ കാർബണേ ഉള്ളൂ. അപ്പൊ എന്താണ് നമ്മളെ റൂൾ? എങ്ങനെയാണ് റൂൾ നോക്കിക്കോളൂ. വേർഡ് റൂട്ട് നമ്മളിവിടെ പഠിച്ചു. ഇതാണ് വേർഡ് റൂട്ട്. പദമൂലം എന്ന് പറയും മലയാളത്തിൽ എന്ത് പറയും? മലയാളത്തിന് വേർഡ് റൂട്ടിന് പറയുന്ന പേരാണിത് പദമൂലം. ഇവിടെ കണ്ടില്ലെങ്കില് പദമൂലം. അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് പദമൂലം. വേർഡ് റൂട്ടിന് പറയുന്ന പേരാണെന്ത്? പദമൂലം.
ഓക്കെ സർ മനസ്സിലായി. ഫസ്റ്റ് വേർഡ് റൂട്ട് ആണ് വേണ്ടത്, പദമൂലാണ് വേണ്ടത്. അപ്പൊ ഒരു കാർബൺ ഉള്ളൂ സർ. ഒരു കാർബൺ ഉണ്ടെങ്കിൽ എന്താ പഠിച്ചത്? മെത്ത് എന്നാ പഠിച്ചത്. എന്താ പഠിച്ചത്? മീത്ത് അല്ലെങ്കിൽ മെത്ത് എന്നാ പഠിച്ചത്. അപ്പൊ ഞങ്ങൾ എഴുതുന്നു, എന്തിന്റെ പേരെങ്ങനെ എഴുതുക? മെത്ത്. പേന മാറ്റിട്ടെ മെത്ത്. പിന്നെ എന്താ അതിന്റെ കൂടെ വേണ്ടത് സർ? പിന്നെ അതിന്റെ കൂടെ വേണ്ടത് എയിൻ എന്നാണ്. എയിൻ എന്നാണ്. ഫസ്റ്റ് ഇംഗ്ലീഷ് ചെയ്തോ, ഫസ്റ്റ് ഇംഗ്ലീഷ് ANE. എയിൻ ഇട്ടാ മതി. പിന്നെ ഇതിൽ AN ഇടാം. ഇപ്പൊ കൂട്ടി വായിച്ചു നോക്കി. മീഥൈൻ. സർ ഇത് അങ്കിൾ കെമിസ്ട്രിയിലെ കേട്ടിട്ട് കുറച്ച് മുന്നേ മീഥൈനൊക്കെ അല്ലെ. മീഥൈൻ ഇതാണ് സാധനം. ഇതാണ് മീഥൈൻ പറഞ്ഞ സാധനം. ക്ലിയർ ആണോ? സോറി മക്കളെ, ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആളെ പേരെ നോക്കില്ല നമുക്ക്. മലയാളത്തിൽ പറഞ്ഞിട്ടില്ല അല്ലേ? സോറി കേട്ടോ, മലയാളത്തിൽ പറഞ്ഞില്ല. മലയാളത്തിൽ നമുക്ക് എഴുതി വെക്കാം. ഇതാ എന്താണ് വേർഡ് റൂട്ട്? എന്താ? മീത്ത് അല്ലേ? മീത്ത് എന്നാ പറയാ, മീത്ത്. പിന്നെന്താണ്? എയിൻ എന്നാണ് ചേർക്കേണ്ടത്. എന്താ ചേർക്കേണ്ടത്? എയിൻ എന്നാണ്. അപ്പൊ ഞാനിവിടെ ഇതാണ് പ്ലസ് എയിൻ. എടാ മലയാളം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇതൊന്ന് കൂട്ടി എഴുതണം. എങ്ങനെ സർ കൂട്ടി എഴുതാ? കളറൊന്ന് മാറ്റുണ്ട് ഞാന്. ഇങ്ങനെ കൂട്ടി എഴുതാ. ഇതാ മീഥൈൻ ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഇവിടെ നോക്കി, ഇവിടെ കണ്ടെങ്കിൽ ആൽക്കെയിൻ എന്ന് എഴുതി കണ്ടു. കെയിൻ ആ ഒരു മെത്തേഡിലാണ് കൂട്ടിയത്. മീഥൈൻ പഠിച്ചിരിക്കണം. ഓക്കെ സർ മനസ്സിലായി. സർ അങ്ങനെ അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞിരി. ഇതാ അടുത്ത എക്സാമ്പിൾ നോക്കിക്കോളൂ, നോക്കിക്കോളൂ. അടുത്ത എക്സാമ്പിൾ ഇതാക്കണ് CH3 CH2 CH3. സർ ഇത് ആൽക്കൈൻ ആണോ? ആണ്. സിംഗിൾ ബോണ്ട് ആണ്, ഒരു ഡബിൾ ബോണ്ട് വരുന്നില്ല. ഓക്കെ സർ. അങ്ങനെയാണ് ഇങ്ങനെ പേരിടുക. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3. 3 ആണെങ്കിൽ സർ ഞങ്ങൾക്ക് അറിയാം പ്രൊപ്പാണ്. 3 ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചു? എന്താണ്? പ്രൊപ്പാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രൊപ്പ്. ഫസ്റ്റ് എന്താണ്? വേർഡ് റൂട്ട് ആണ് ഫസ്റ്റ് വേണ്ടത്, പദമൂലം. അതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? പ്രൊപ്പ് എന്ന് എഴുതാ. പ്രൊപ്പ് എന്താണ്? പ്രൊപ്പ്. പിന്നെന്താണ്? പിന്നെ സിംഗിൾ ബോണ്ട് അല്ലേ? പ്രൊപ്പൈൻ. സർ മലയാളത്തിൽ എങ്ങനെ എഴുതാ? എടാ മലയാളം നല്ലോണം ശ്രദ്ധിക്കണ്ടോ? പ്രൊപ്പ് ഇങ്ങനെ എഴുതാ. പ്രൊപ്പ് നല്ലോണം ശ്രദ്ധിക്കണം. മലയാളം മീഡിയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. പ്രൊപ്പ് ഫസ്റ്റ് പ്രൊപ്പ് എഴുതി. പിന്നെന്താണ്? എയിൻ എന്നാണ് വേണ്ടത് അല്ലെ? പ്രൊപ്പ് എയിൻ എന്നാണ് വേണ്ടത്. പ്രൊപ്പ് ഇവിടെ എഴുതി, എയിൻ എന്നാ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? പ്രൊപ്പ് പ്ലസ് എയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ എഴുതണം? പ്രൊപ്പ് പ്ലസ് എയിൻ നമ്മൾ എങ്ങനെ എഴുതണം? ഈ കളർ കാണുന്നുണ്ടാവില്ല, സോറി, കളർ ഒന്ന് മാറ്റാം. ഓക്കെ. എങ്ങനെ എഴുതാ? അതെങ്ങനെ എഴുതാ? അത് കൂട്ടി എങ്ങനെ എഴുതണം? പ്രൊപ്പൈൻ. എന്താണ്? പ്രൊപ്പൈൻ. സെറ്റാണോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ഉണ്ട് സർ. അങ്ങനെ 4 ഉണ്ടെങ്കിലോ? നിങ്ങൾ തന്നെ പറയും. 4 ഉണ്ടെങ്കിലോ? സർ 4 ഉണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം CH3 CH2 CH2 CH3. എങ്ങനെ എഴുതടാ? എത്ര കാർബൺ ഉണ്ട്? സർ കാർബൺ 1 2 3 4 കാർബൺ ആണ്. അപ്പൊ ഞങ്ങൾക്കറിയാം ബ്യൂട്ടാണ്. ബ്യൂട്ട്. പിന്നെ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ബ്യൂട്ടൈൻ. സർ മലയാളത്തിൽ എങ്ങനെ എഴുതാ? മലയാളത്തിൽ ഇങ്ങനെ ബ്യൂട്ട് പ്ലസ് എയിൻ ആണ്. പക്ഷെ നമ്മൾ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോ നമ്മൾ എങ്ങനെ എഴുതും? ബ്യൂട്ടൈൻ. ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ബ്യൂട്ടൈൻ. മനസ്സിലാവുണ്ടല്ലോ? സെറ്റാണോ? ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? കുറച്ച് മേലേക്ക് വെക്കുന്നതിന് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ട്. ബ്യൂട്ടൈൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ബ്യൂട്ടൈൻ. ഇത്രേ ഉള്ളൂ. സോ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നെയിമിംഗ് ഓഫ് അൺബ്രാഞ്ചഡ് ഹൈഡ്രോകാർബൺ എന്താ പഠിക്കുന്നത്? ആൽക്കീനാ പഠിക്കുന്നത്. നേരത്തെ ആൽക്കൈൻ കഞ്ഞി ആൽക്കീൻ. സർ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ കാർബണും ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ആൽക്കീൻ. അതിനെങ്ങനെയാണ് പേരിടുക? അവിടെ വേർഡ് റൂട്ട് പ്ലസ്. അവിടെ വേർഡ് റൂട്ട് മാത്രമല്ല, അത് കണ്ട് പൊസിഷൻ ഓഫ് കാർബൺ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നുണ്ട്. ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം പറയുന്നുണ്ട്. പിന്നെയാണ് EN കൂട്ടാൻ. സർ എങ്ങനെ മനസ്സിലായില്ല? ഇവിടെ വേറൊരു കാര്യം കൂടിയും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. എന്നൊരു കാര്യം പറയാം, പോയിക്കോളൂ. ഞാൻ ഇവിടെ ഇതാണ് CH, ശ്രദ്ധിക്കണം കേട്ടോ, CH ഡബിൾ ബോണ്ട്, CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട് അല്ലേ? ഇവിടെ ഈ ഒരു കാർബണിന് 1 ദിമക്ക് 3 4 ആണല്ലോ. ഇവിടെ ഈ കാർബണിന് 2 3 4.
അപ്പൊ കറക്റ്റ് ആണ്. ഇവിടെ 1 2 പോയി, 3 ഇങ്ങോട്ട് പോയി, 4 അങ്ങോട്ടും പോയി. അപ്പൊ ഓക്കെ. CH പിന്നെന്താ പറയുന്നത് CH3. ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് എന്താ പറയുന്നത് ഫസ്റ്റ് വേർഡ് റൂട്ട് ആണ്, പദമൂലാണ്. പദം എത്ര കാർബൺ നോക്കാം നോക്കട്ടെ 1 2 3. അപ്പൊ സിമ്പിൾ ആണ്, നമുക്ക് കിട്ടി എന്താണ് പ്രൊപ്പ് ആണെന്ന് കിട്ടി. പ്രൊപ്പ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വേർഡ് റൂട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണത് പിന്നെ പൊസിഷൻ ഓഫ് കാർബൺ ഡബിൾ ബോണ്ടിന്റെ പൊസിഷനാ പറയണത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് വേ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ഇവിടെ ഇതേ നിയമമാണ് കേട്ടോ. ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് വരികയാണെങ്കിൽ ഗെറ്റ്സ് മിനിമം നമ്പർ, അതായത് നമ്പറിങ് കൊടുക്കണം. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് പോലെയല്ല, ഡബിൾ ബോണ്ടിന് ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണമെന്നോ നമ്പറിങ് കൊടുക്കണം. സർ എങ്ങനെ നമ്പറിങ് കൊടുക്കാം? അല്ലെങ്കിൽ ഒന്നെങ്കിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിക്ക്, ഒന്നെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട്, എങ്ങോട്ട് നമ്പർ കൊടുക്കാം. അതായത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ 1 2 3 ഇങ്ങോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം 1 2 3 അങ്ങനെയും കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നല്ലോണം ശ്രദ്ധിക്കണം, നോയിക്കോളൂ. മൈക്കാണ്. ഡബിൾ ബോണ്ടിന് എന്താ പറയുക മിനിമം നമ്പർ കിട്ടണം, അങ്ങനെ നമ്പർ ഇടണം. എടാ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇടുമ്പോ 1 നോയിക്കോട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇടുമ്പോ 1 2 3 ഈ ഡബിൾ ബോണ്ട് അവിടെ നിന്ന് വരുന്നു. ഒന്നാമത്തെ കാർബൺ തന്നെ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഇടുമ്പോഴോ അവിടെ നിന്ന് ഇങ്ങോട്ട് കളർ മാറ്റിയിടാണ് 1 2 3 രണ്ടാമത്തെ കാർബൺ എന്നാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ എവിടെ എന്താ പറഞ്ഞത് ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടണം. അപ്പൊ അവിടെ നമ്മൾ ഇടാൻ പറ്റുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടെ ആകുമ്പോൾ ഒന്നാമത്തെ ഡബിൾ ബോണ്ട് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആകുമ്പോഴോ രണ്ടാമത്തെ കാർബൺ എന്നാണ് എന്ത് ചെയ്യുള്ളൂ ഡബിൾ ബോണ്ട് കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ ബോണ്ട് ഇത് പറ്റുമോ? ഇല്ല, അത് പറ്റൂല. അപ്പൊ ഇങ്ങോട്ടുള്ള സാധനം എന്ത് ചെയ്യില്ല, പറ്റൂല. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യില്ല, പറ്റൂല. ഈ ഭാഗത്താണ് എന്ത് ശരി. എന്തുകൊണ്ട്? മിനിമം നമ്പർ കിട്ടണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ നമ്പറിംഗ് ആണ് ശരി. 1 2 3 ആ നമ്പറിംഗ് ആണ് ശരി. ഈ നമ്പറിംഗ് എന്താണ്? ഈ നമ്പറിംഗ് തെറ്റാണ്. ഈ നമ്പറിംഗ് ആണ് ശരി എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ സർ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പേരിടുക നോയിക്കോളൂ. അങ്ങനെയാണെങ്കിൽ പേരിടാൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇതിന്റെ പേര് ഈ ഭാഗത്ത് ഇരുന്നുണ്ട് കേട്ടോ. നോയിക്കോളൂ മക്കളെ. ഫസ്റ്റ് വേർഡ് റൂട്ട് എന്താണ്? പ്രൊപ്പ് അല്ലേ? ഇവിടെ പ്രൊപ്പ് ഇവിടെ ആദ്യം എഴുതിച്ചിരുന്നു. പ്രൊപ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് മായിച്ചിട്ട് ഇവിടെ ഇരുന്നുണ്ട് കേട്ടോ. മായിക്കണ്ടെന്നോട്ടെ. പ്രൊപ്പ്. പിന്നെന്താണ് പറഞ്ഞത്? പ്രൊപ്പ് കണ്ടിട്ട് എന്താ പറഞ്ഞത്? പിന്നെ ഇവിടെ പറയുന്നത് പൊസിഷൻ ഓഫ് കാർബൺ ഡബിൾ ബോണ്ട് സ്ഥാനം അല്ലെ? ഡബിൾ ബോണ്ട്, പൊസിഷൻ ഓഫ് കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ ഡബിൾ ബോണ്ട് സ്ഥാനം എത്രാമത്തെ കാർബൺ? ഒന്നാമത്തെ കാർബൺ എന്നല്ലേ? അപ്പൊ അത് കാണിക്കണം. അപ്പൊ എങ്ങനെ കാണിക്കുക? പ്രൊപ്പ്. പിന്നെ നമ്മള് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്പറിങ് കാണിക്കുകയാണെങ്കിൽ 2 ഭാഗം വേണം, ഹൈഫൺ വേണം. അല്ല നമ്മളുടെ ഇപ്പൊ ഇത് ഒരു ഇംഗ്ലീഷ് വാക്കല്ലേ, ഇതിന് ഹൈഫൺ കൊടുക്കണം. നമ്പർ ഉണ്ടെങ്കിൽ 1, പിന്നെ ഒരു ഹൈഫൺ കൊടുക്കണം. കോമൺ ഇടാൻ പാടില്ല, ഹൈഫൺ ആണ് കൊടുക്കുക. പ്ലസ് ഇടാൻ പാടില്ല, ഒന്നും ഇടാക്കാനും പാടില്ല. എന്താ കൊടുക്കുക? ഹൈഫൺ ആണ് കൊടുക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിൽ ലെറ്ററും നമ്പറും വരികയാണെങ്കിൽ ലെറ്ററും നമ്പറിന്റെ ഇടയിൽ എന്ത് വേണം? ഒരു ഹൈഫൺ വേണം. പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ പ്രൊപ്പ് 1 ഇനി മലയാളത്തിൽ എങ്ങനെ എഴുതുക? സർ മലയാളത്തില് പ്രൊപ്പ് 1 ഇവിടെ പ്ലസ് അല്ല, ഞാൻ പറഞ്ഞു പ്ലസ് അല്ല, എന്ത് ചെയ്താ ഹൈഫൺ ആണ് ഇടാന്ന് പറഞ്ഞിരുന്നു. പ്രൊപ്പ് 1 പ്രൊപ്പ് 1 എടാ ഇവിടെ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എക്സ് സ്ക്വയർ ആകുമ്പോഴേ എക്സ് സ്ക്വയറിന് നമ്മൾ ശരിക്കും മുന്നിൽ എന്തുണ്ട്? 1 എന്നുണ്ട് ശരിക്കും. നമ്മൾ 1 എന്ന് പറയും, 1x സ്ക്വയർ എന്ന് പറയും, ഇല്ല എക്സ് സ്ക്വയർ എന്ന് പറയുള്ളൂ. അപ്പൊ 1 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, അത് കാണിക്കൂല. അതേപോലെ ഇവിടെ 1 അല്ലേ പൊസിഷൻ എപ്പോഴും 1 ആണെങ്കിൽ ആ പൊസിഷൻ കാണിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അതിന് എന്ത് പറയാൻ വേണ്ടി പറ്റുന്നോ? അപ്പൊ സർ അതിന് പറയാൻ വേണ്ടി പറ്റും. എങ്ങനെ പറയാം? സിമ്പിൾ ആണ്, നോയിക്കോളൂ. ഇതാണ് സാധനം CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH3ക്ക് നമുക്ക് എന്ത് പറയാം? ഒന്നെങ്കിൽ പ്രൊപ്പ് 1 എന്ന് പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രൊപ്പ് 1 എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിനെന്ത് പറയാന്നോ? പ്രൊപ്പീൻ. വണ്ണാണ്ട് സ്ഥാനം പറയേണ്ട ആവശ്യമില്ല. പ്രൊപ്പീൻ. ഈ 1 ഒഴിവാക്കുക. മലയാളത്തിൽ എങ്ങനെ എഴുതാ സർ? മലയാളത്തിൽ എഴുതാ ഇതാകണ് പ്രൊപ്പീൻ. 1 ആണെങ്കിൽ 1 പറഞ്ഞോ, എന്നാലും പ്രശ്നമില്ല. 1 പറഞ്ഞ നിർബന്ധമല്ല എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണോ? ഓക്കെ സർ, മനസ്സിലായി.
ക്ലിയർ ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ 2 ബോണ്ട് ഒന്നല്ലെങ്കിലോ വേറെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കോളൂ, ഇത് വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ് ഞാൻ. CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH3 ഇങ്ങനെയാണ് വരുന്നത് വിചാരിച്ചോളൂ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ ഇവിടെ കാർബണിന്റെ എണ്ണം കറക്റ്റ് ആണ് നോക്കണം, ബോണ്ടിന്റെ എണ്ണം കറക്റ്റ് ആണ് നോക്കണം. ഈ കാർബണിൽ നിന്ന് 1 ഇങ്ങോട്ട് പോയി 2 3 4, ഈ കാർബണിൽ നിന്ന് 1 2 3 പോലുള്ള 1ന്റെ കുറവുണ്ട്. ഇവിടെ CH2 അല്ലേ? കറക്റ്റ് അല്ലേ? 2 3 4 അല്ലല്ലേ? സോറി വേണ്ട അല്ലെ? ഈ കാർബൺ എന്തായി? ഈ കാർബണിന് ഒരു ഹൈഡ് 1 2 3 4 ഒക്കെ ശരിയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെങ്ങനെ പേരിടുക? സർ ഇതിന് പേരിടുക എവിടെ നമ്പറിങ് കൊടുക്കുക? നമ്പർ മിനിമം നമ്പർ കിട്ടണം. സർ ഇതിന് ഇവിടുന്ന് നമ്പർ കൊടുത്താലും പേര് കളർ മാറ്റുന്നുണ്ട്, ഞാൻ കളർ മാറ്റുന്നുണ്ട്. എവിടുന്ന് നമ്പർ കൊടുത്താലും സെയിം ആണ്. 1 2 3 4. ഇവിടെ നിയമം പറഞ്ഞിട്ടുണ്ട്. എന്താ നിയമം? ചെറിയ നമ്പർ കിട്ടണം ഡബിൾ ബോണ്ടിന്. ഓക്കെ, അതാണ് പറയാൻ വേണ്ടി പോണത്. ഇനി അവിടെ നിങ്ങളുടെ നമ്പർ ഇടാണെങ്കിലോ? സർ അവിടെ നിങ്ങളുടെ നമ്പർ ഇടാണെങ്കിലും 1 കളർ മാറ്റാം. സോറി 1 2 3 4. ഇവിടെ ആവുമ്പോ 2 എന്നാണ് എന്ത്? ഡബിൾ ബോണ്ട്. ഇവിടെ നിന്നാകുമ്പോഴോ? ഇവിടെ നമ്മൾ 2 തന്നെ ഡബിൾ ബോണ്ട്. അപ്പൊ 2 ഭാഗം ഇടാം, സെയിം ആണ്. 2 അടിച്ചാലും കുഴപ്പമില്ല. ഓക്കെ സർ, മനസ്സിലായി. 2ഉം കറക്റ്റ് ആണ് നമ്പറിങ്. ഓക്കെ, അങ്ങനെയാണ് എന്താ പേരിടേണ്ടത്? ഫസ്റ്റ് വേർഡ് റൂട്ട് ആണ്. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 കാർബൺ ആണ്. അപ്പൊ ബ്യൂട്ട് ആണ് സർ, ബ്യൂട്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായി, ബ്യൂട്ട്. പിന്നെ കാർബണിന്റെ സ്ഥാനാണ് വേണ്ടത്. കാർബണിന്റെ സ്ഥാനം എത്രാമത്തെ ബോണ്ടെന്നാണ്? 2ാമത്തിനാണ്. അപ്പൊ എന്താണ്? 2, ബ്യൂട്ട് 2. പിന്നെ ഡബിൾ ബോണ്ട് അല്ലേ, അതുകൊണ്ട് എന്താണ്? ENE ആണ്, ബ്യൂട്ട് 2E. ഇവിടെ ബ്യൂട്ടി പറ്റൂല. അവിടെ ഒന്നാണേ പറ്റുള്ളൂ ബ്യൂട്ടി. ഓക്കെ, മലയാളത്തിൽ എങ്ങനെ എഴുതാ? മലയാളത്തിൽ നമ്മൾ എഴുതും ബ്യൂട്ട് 2E. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ സർ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. നോക്കിക്കോളൂ, ഇതാ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സ് ഇട്ടാലും മതിയും. ഇതാണ് CH3 സിംഗിൾ ബോണ്ട്, CH2 CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 CH3. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? 1 2 1. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പേരിടാങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഹിന്റ് പറഞ്ഞുതരാം. 1 2 3 4 5 6 ആകുമ്പോ എത്രാമത്തെ? 3ാമത്തെ ബോണ്ടിനാണ് എന്ത് ചെയ്യുന്നത്? മൂന്നാമത്തെ കാർബൺ ഡബിൾ ബോണ്ട് വരുന്നത്. ഇനി അവിടെ നിങ്ങളുടെ നമ്പർ ഇടുമ്പോഴോ? സർ അവിടെ നിങ്ങളുടെ നമ്പർ ഇടുമ്പോ 1 2 3 അപ്പോഴും 3 തന്നെ വരുന്നത്. അപ്പൊ ഇവിടേക്ക് 3 3 3ആണ്. അവിടുന്ന് നമ്പർ ഇടാം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണോ? ഇനി ഇതിന്റെ ഹൈഡ്രജനൊക്കെ ബോണ്ട് കറക്റ്റ് ആണോ നോക്കണം കേട്ടോ. ഈ കാർബൺ 1 2 3 4, ഈ കാർബണിൽ 1 2 3 4 കറക്റ്റ് ആണ് നോക്കണം. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടോ. ഓക്കെ സെറ്റ് അല്ലേ? ഓക്കെ സർ, മനസ്സിലാവുന്നുണ്ട്, ക്ലിയർ ആണ്, ഞങ്ങൾക്ക് ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരാൻ വേണ്ടി പോണത് ആൽക്കൈൻ. എന്താണ്? ആൽക്കൈൻ ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ആൽക്കൈൻ ഞാൻ ഇവിടുന്ന് കൂടുതൽ എക്സാമ്പിൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷെ ഇത് മതി, അത്യാവശ്യം മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? ബ്രാഞ്ചിലുള്ളത് ചെയ്യും. ഇത് ബ്രാഞ്ച് ഇല്ലാത്തതല്ലോ. ബ്രാഞ്ചിൽ ചെയ്യുമ്പോൾ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ ചാപ്റ്റർ കറക്റ്റ് കിടക്കുക. ഈ ഭാഗത്ത് എക്സാം എല്ലാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് കാര്യമായിട്ട് കുറെ എക്സാമ്പിൾ ചെയ്യാത്തത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി കൂടുതൽ എക്സാമ്പിൾസ് വേണമെങ്കിൽ കമന്റിൽ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക? പേഴ്സണലി മെസ്സേജ് അയക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽക്കൈൻ ഞാൻ ആരുടെ പറയണത്? സർ ഇനി ആൽക്കൈനെ കുറിച്ചാണ്. ആൽക്കൈൻ എന്ന് പറഞ്ഞ സർ എന്താണ്? ഞങ്ങൾക്ക് അറിയാം. ആൽക്കൈൻ പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ത്രിബന്ധനമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരിടാൻ വേണ്ടിയാണ് പോകുന്നത്. സെറ്റ് ആണോ? അപ്പൊ എന്ത് ചെയ്യാം? ഒന്ന് പേരിട്ട് വെക്കാം. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുന്നുണ്ട്, നോക്കിക്കോളൂ. CH3 CH ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ H വേണ്ടി വരില്ല അല്ലേ? സോറി, C ട്രിപ്പിൾ ബോണ്ട്, C
സിംഗിൾ ബോണ്ട് CH3. ഇതിനെ പേരിടാൻ വേണ്ടി നോക്കാം. ഇതിനെ പേരിടാം. ഫസ്റ്റ് എത്ര കാർബൺ നോക്കാം? 1 2 3 4. ഇവിടെ എങ്ങനെ പറഞ്ഞത്? നേരത്തെ ആൽക്കീന പോലെ തന്നെയാണ് വേർഡ് റൂട്ട് പദമൂലം. പിന്നെ കാർബൺ ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം, ഡബിൾ ബോണ്ടിന്റെ സ്ഥാനമല്ല, ഇവിടെ ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ഥാനം എന്നാണ് കേട്ടോ. ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ഥാനം എന്നാണ്. സോറി, ഇവിടെ ഞാൻ വിട്ടു. ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ഥാനം ഇവിടെ ആക്കിയിട്ട് 3 ബോണ്ടിന്റെ സ്ഥാനം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോയിക്കോളൂ എങ്ങനെ ചെയ്യാം? ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ഥാനം പിന്നെ YNE ആണ്, അയിനാണ്, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് വേർഡ് റൂട്ട് ആണ്. എത്ര കാർബൺ? 1 2 3 4. അപ്പൊ എന്താടാ? ബ്യൂട്ടാണ്. ആ സർ ഞങ്ങൾക്ക് അറിയാം, ബ്യൂട്ടാണ്. അപ്പൊ ഞാൻ എഴുതി ബ്യൂട്ട്. പിന്നെ സ്ഥാനാണ്. എത്രാമത്തെ കാർബൺ എന്നാണ്? നമ്പർ ഇടണം സർ. 1 2 3 4. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലോ 1 2 3 4. ഇവിടുന്നാണ് രണ്ടാമത്തെ കാർബൺ. ഇവിടുന്നാണെങ്കിലും രണ്ടാമത്തെ കാർബൺ. അപ്പൊ ഒക്കെ സെയിം ആണ്. അപ്പൊ ബ്യൂട്ട് 1 മിനിറ്റ്. ബ്യൂട്ട് പിന്നെ ഹൈഫൻ വേണം. പിന്നെ അക്കം വരാണെങ്കിൽ ഹൈഫൻ വേണം. ബ്യൂട്ട് 2. ഈനാണോ? അല്ല, ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ട് ആവുന്നത് YNE ആണ്. അപ്പൊ എന്താ ഇതാ? ഐൻ. ബ്യൂട്ട് 2 ഐൻ. മലയാളത്തിൽ എങ്ങനെ ഇതാ? മലയാളത്തില് ബ്യൂട്ട് 2 ഐൻ. ക്ലിയർ ആണോ? സെറ്റ് ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കിക്കോളൂ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. CH3 സിംഗിൾ ബോണ്ട് CH2 ഒന്ന് വേറെ എക്സാമ്പിൾ തരാം. സോറി കേട്ടോ, നോക്കിക്കോളൂ. ഈ ഭാഗത്ത് നിന്ന് എഴുതാം. സോറി, CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH2. സോറി CH2 ഇവിടെ വേണ്ട, ഇവിടെ CH മതി. പിന്നെന്താടാ? സിംഗിൾ ബോണ്ട് CH. ഇപ്പൊ 1 2 മൂന്നാമത്തെ കാർബൺ 1 2. അപ്പോ CH3 നോക്കാം. ഇങ്ങനെയാണ് ചെയ്തത്. ഇതിന്റെ പേരിടാൻ വേണ്ടി നോക്കാം. എങ്ങനെയുള്ള പേരിടാം? പേരിടുമ്പോൾ ഫസ്റ്റ് നമ്പറിങ് കൊടുക്കണം. എത്രാമത്തെ കാർബൺ എന്നാണ് ട്രിപ്പിൾ ബോണ്ടിൽ നോക്കണം. ഇവിടെ നിന്നാണെങ്കിൽ 1 2 3 4 5 മൂന്നാമത്തെ കാർബൺ എന്നാണ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലോ 1 2 3 4 5 രണ്ടാമത്തെ കാർബൺ ആണ്. നമ്മൾ ഏതാ എടുക്കുക? ഇപ്പൊ താഴത്താണ് റെഡി, മേലത്തെ തെറ്റാണ്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. എങ്ങനെ ഫസ്റ്റ് എന്ത് ചെയ്യാ? ഫസ്റ്റ് നമ്മൾ വേർഡ് റൂട്ട് ആണ്, പദമൂലം എന്താടാ? പദമൂലം നമുക്കറിയാം എന്താണ്. എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 1 2 3 4 5. അഞ്ചാകുമ്പോ എന്താടാ? പെൻഡാണ്. പെൻഡ്. പിന്നെ എന്താ ചെയ്താ? പെൻഡ് കഴിഞ്ഞിട്ട് ഹൈഫൺ. എത്രാമത്തെ കാർബൺ എന്നാണ്? രണ്ടാമത്തെ. ഇത് പറ്റുമോ? ഇതല്ലേ പറ്റുള്ളൂ. ഇത് പറ്റുമോ? ഇത് 3 ഉണ്ട്. മിനിമം നമ്പർ വേണം. അപ്പൊ 2 പെൻഡ് 2 YNE അല്ലേ? മലയാളത്തിൽ എങ്ങനെ ഇതാ? പെൻഡൈന്ന് പറ്റുമോ? പറ്റൂല. ഒന്നാണെങ്കിൽ മാത്രമേ കാണിക്കാൻ മതി. 2 3 കാണിക്കണം സ്ഥാനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ നമ്മൾ എഴുതും പെൻഡ് 2 ഐൻ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെയാണ് സർ. ഞങ്ങൾക്ക് ഒരു എക്സാമ്പിളും കൂടി വേണം. അതായത് ഇതാ നോയിക്കോളൂ. ഒന്നിലൊന്ന് കാണിച്ചു തരാലോ. ഇതാ CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 അല്ലേ? ഇവിടെ നോക്കിക്കോളൂ. ഈ കാർബണിന്ന് ഒരു ഹൈഡ്രജൻ 2 3 4. ഈ കാർബണിന്ന് 1 2 3 4 ഒക്കെ ശരിയാണ്. അപ്പൊ ഇതിന്റെ പേരെന്താ? ഫസ്റ്റ് എന്ത് ചെയ്യാ? നമ്പറിങ് കൊടുക്കുക. സർ നമ്പർ 1 2 3. ഇനി അവിടെ നിങ്ങൾ എടുക്കുകയാണെങ്കിലോ 1 2 3. ഇവിടുന്ന് ആകുമ്പോ ഒന്നാമത്തെ കാർബൺ എന്നാണ് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട്. ഇവിടുന്ന് ആകുമ്പോഴോ രണ്ടാമത്തെന്നാണ്. അപ്പൊ ഏതാ എടുക്കുക? ഈ ഭാഗം ഒന്നാമത്തിന് എടുക്കണം. മിനിമം നമ്പർ കിട്ടണം. നമ്മൾ എടുക്കുക. മിനിമം നമ്പർ ട്രിപ്പിൾ ബോണ്ടിന് വരണം. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്താണ്? വേർഡ് റൂട്ടാണ്, പദമൂലാണ്. അപ്പൊ എന്താ പേരിടുക? എത്ര കാർബൺ ഉണ്ട്? 1 2 3 3 അപ്പൊ പ്രൊപ്പാണ് സർ. പ്രൊപ്പ്
എത്രാമത്തെ സ്ഥാനം എത്രയാണ്? സ്ഥാനം ഒന്നാമത്തെ കാർബൺ എന്നാണ്. അപ്പൊ ഞാൻ എന്ത് കാണിച്ചു? പ്രൊപ്പ് 1. പിന്നെന്താണ്? YNE ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇനി മലയാളത്തിൽ എങ്ങനെ എഴുതും സർ? മലയാളത്തിൽ അങ്ങനെ എഴുതും പ്രൊപ്പ് 1 ഐൻ. സർ ഇത് ഒന്നല്ലേ, അപ്പൊ സ്ഥാനം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അപ്പൊ ഇതിനെ മാറ്റിയിരിക്കൂടെ? എഴുതാം. ഞാൻ വേറെ കളറിൽ എഴുതുന്നുണ്ട്. എങ്ങനെ എഴുതാം? പ്രൊപ്പ് സ്ഥാനം കാണിക്കണ്ട, പ്രൊപ്പൈൻ. ഇങ്ങനെ കാണിക്കാം. മലയാളത്തിലാണെങ്കിലോ? മലയാളത്തിലാണെങ്കിൽ പ്രൊപ്പൈൻ ഇങ്ങനെ കാണിക്കാം, പ്രൊപ്പൈൻ. സെറ്റാണോ? സെറ്റാണോ? ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യും? ബ്രാഞ്ച് വരുന്നത് ഇനി നമ്മൾ പഠിക്കുന്നതാണ് ബ്രാഞ്ച് വരുന്നതാണ്. ഇങ്ങനെ ബ്രാഞ്ച് വരുന്നത് പഠിക്കാം. അതായത് ഇപ്പോ CH3 CH2 CH3 ഇത് ഇങ്ങോട്ട് ബ്രാഞ്ച് വരും. CH3 ഉണ്ടോ? ഇപ്പൊ ഈ കാർബണിന്ന് ഒരു ബോണ്ട് ഇങ്ങോട്ട് 2 3 4 പക്ഷെ ഇങ്ങോട്ട് ഒരു ബ്രാഞ്ച് വന്നു, ഒരു ശാഖ വന്നു. ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ പേരിടാം. അതാണ് നമ്മുടെ ചാപ്റ്റർ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൃത്തിക്ക് മനസ്സിലാണ് ഈ ഭാഗം മനസ്സിലാവുള്ളൂ. അപ്പൊ നന്നായിട്ട് മക്കൾ പഠിക്കുക, എന്നാലാണ് എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോ അടുത്ത ക്ലാസ് വരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു.